ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചനധ്യാനത്തിനായി സങ്കീർത്തനം 21:7 മുതൽ 13 വാക്യം വരെ നമുക്ക് വായിക്കാം. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. നിന്റെ വലങ്കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചുളയെപ്പോലെയാക്കും. യഹോവ തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും. തീ അവരെ ദഹിപ്പിക്കും. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നീ അവരെ പുറം കാട്ടുമാറാക്കും. അവരുടെ മുഖത്തിനു നേരെ അസ്ത്രം ഞാണിന്മേൽ തൊടുക്കും. യഹോവേ, നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. നമ്മൾ വായിച്ച വേദഭാഗം, ഇത് സർവശക്തനായ ദൈവം രാജാവിന് കൊടുത്ത ആ വലിയ ജയത്തെ കണ്ട് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. പക്ഷേ നമ്മൾ ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ ഈ സങ്കീർത്തനം കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ രക്ഷകനായ കർത്താവിൻ്റെ ജീവിതവും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടതാണ്. സഭയുടെ തലയായ ക്രിസ്തു പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ പാപത്തിൻ്റെ പുറത്തുണ്ടായിരുന്ന ആ ന്യായവിധി, മരണത്തിൽ നിന്ന് നമ്മളെ എങ്ങനെ ക്രിസ്തു വിടുവിച്ചു, ആ ജയത്തിൻ്റെ കൊടി നമുക്ക് തന്നു. ക്രിസ്തു യേശു പൂർണ്ണ മനുഷ്യനായി നമ്മുടെ മുമ്പേ ആത്മീയ യുദ്ധം ചെയ്ത് നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പേ വരുന്ന എല്ലാ പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, ശത്രു കൊണ്ടുവരുന്ന എല്ലാ തന്ത്രങ്ങളുടെ പുറത്ത് എങ്ങനെ ജയിക്കേണ്ടത് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിൻ്റെ അവകാശികളായി, ദൈവത്തിൻ്റെ അവകാശികളായി തീരത്തുള്ളൂ. ദൈവവചനം പറയുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളാണ്. പക്ഷെ നമ്മൾ ആ പക്വതയെ വളരേണ്ടതാ. ഈ ഭൂമിയിൽ ഉള്ളപ്പോഴേ ആ പക്വത പ്രാപിക്കേണ്ടതാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യുദ്ധങ്ങൾ എങ്ങനെയാ പോരാടേണ്ടത് നമ്മുടെ കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നു. എന്നാൽ നമ്മൾ അതുപോലെ പോരാടിയാൽ, ഈ ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മൾ മാറ്റപ്പെടുമ്പോൾ, താഴ്മയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ നമുക്ക് പറയാൻ കഴിയും, ഞാൻ നല്ല പോരാട്ടം പോരാടി. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ ശത്രുവിൻ്റെ മുമ്പേ നിൽക്കുമ്പോൾ ക്രിസ്തു നമുക്ക് നൽകിയ ആ ജയത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കർത്താവ് പൂർണ്ണ മനുഷ്യനായിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെ ആശ്രയിച്ചല്ലോ. നമ്മൾ പിതാവിനെ എങ്ങനെ ആശ്രയിക്കേണ്ടിയേ ജീവിച്ചു കാണിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പേ വരുന്ന പ്രതിസന്ധികൾ അത് കണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ മുമ്പെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ദൈവത്തെ ആശ്രയിച്ചാൽ മതി, കരം പിടിച്ച് നമ്മളെ നടത്തും. നമ്മുടെ കർത്താവ് രാത്രിയാമങ്ങൾ മുഴുവനും പ്രാർത്ഥനയിൽ ചെലവാക്കുമായിരുന്നു. ദൈവമായിട്ട്, പിതാവുമായിട്ട് ആ ബന്ധം വേണമെങ്കിൽ ഇത് അത്യാവശ്യമാണ്. പാപമില്ലാത്ത ക്രിസ്തു യേശു പിതാവിൻ്റെ ഹിതം തൻ്റെ ജീവിതം മുഖാന്തരം ചെയ്തെങ്കിൽ, അത് ചെയ്യാൻ എത്ര സമയം പിതാവിൻ്റെ കൂടെ ഏകനായി സമയം ചെലവാക്കി. അങ്ങനെയാകുമ്പോൾ നമ്മൾ ബലഹീനരാ. നമ്മുടെ അകത്ത് ആ പഴയ മനുഷ്യൻ ജഡമുണ്ട്. നമ്മൾ എത്ര അധികം സമയം ചെലവാക്കേണ്ടതാ. ലോകത്തിൻ്റെ മുമ്പേ നമ്മൾ പൂർണ്ണരായിരിക്കാം. പക്ഷെ നമുക്ക് അകത്തറിയാമല്ലോ എത്ര സംഘർഷം നമ്മുടെ അകത്തുണ്ട്. നമ്മൾ ശ്രദ്ധ വെച്ചില്ലെങ്കിൽ, നമ്മൾ കർത്താവിൽ ആശ്രയിച്ചില്ലെങ്കിൽ വീഴാൻ കൂടുതൽ സമയം എടുക്കത്തില്ല. പക്ഷേ നമ്മൾ ദൈവത്തെ എത്ര സ്തുതിക്കേണ്ടതാ. ദൈവം നമ്മളെ വിശ്വസ്തരായി എണ്ണി നമുക്ക് വേണ്ടി കൃപാസനത്തിൻ്റെ മുമ്പേ നമുക്ക് വേണ്ടി നിൽക്കുന്നുണ്ടല്ലോ. ഈ യുദ്ധത്തിൽ വിശ്വാസത്തിൻ്റെ പരിചയം എടുത്തുകൊണ്ടില്ലയോ നമ്മൾ നിൽക്കേണ്ടത്. കർത്താവായ യേശു യുദ്ധങ്ങൾ എങ്ങനെ ജയിച്ചു? മരണത്തിൻ്റെ ആ താഴ്വേര് കടന്നു പോയപ്പം, ജഡത്തിലുള്ളപ്പം പ്രാർത്ഥനയും അപേക്ഷയായി കരച്ചിലോട് പിതാവിനോട്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്നുള്ളവനോട്
യാചിച്ചു. അവൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു. കർത്താവായ യേശുവിനെ നമ്മൾ നോക്കുമ്പോൾ യുദ്ധത്തിൽ ഏകനായിരുന്നു. പക്ഷേ സ്ഥിരതയോട് നിന്നു. എന്താ? സ്വർഗസ്ഥനായ പിതാവ് കൂടെയുണ്ട്. യുദ്ധത്തിൽ ബലം നൽകുന്നവൻ, നമ്മുടെ ബലം ദൈവം കൂടെയുണ്ട്. കർത്താവായ യേശു ശത്രുവിനെ തോൽപ്പിച്ചു. ഇന്നും നമ്മുടെ കർത്താവ് വാഴുന്നുണ്ട്. ഈ ലോകത്തെ ഒരു ദിവസം വിധിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എല്ലാ ദുഷ്ടനെ കണ്ടുപിടിക്കും ആ വലിയ ന്യായവിധിയുടെ ദിവസം. ആ ദൈവ കോപം അവരെ ദഹിപ്പിക്കും. പാപത്തിൽ രസിക്കുന്നവൻ, ദൈവത്തിൻ്റെ രക്ഷയെ പരിഹസിക്കുന്നവൻ അന്ന് ദൈവത്തിൻ്റെ തീച്ചൂളയിൽ കത്തുന്ന ദിവസമാണ്. നമ്മൾ ചിന്തിക്കല്ലേ, ന്യായവിധി ജാതികളും അവിശ്വാസികൾക്ക് വേണ്ടി മാത്രം. നമ്മളും അതിൻ്റെ ഭാഗമാകാം. നമ്മൾ രക്ഷയുടെ ആ സന്തോഷം അനുഭവിച്ചിട്ട് പാപത്തിൽ രസിച്ചാൽ ദൈവത്തിൻ്റെ ഉഗ്രകോപം നമ്മളെ ദഹിപ്പിക്കും. നിത്യ തീച്ചൂളയിലായിരിക്കും നമ്മളെയും എറിയുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നിത്യത ആരംഭിക്കുന്നത്. ശത്രുവിന് ക്രിസ്തുവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ആ ഒരു ആശ്വാസത്തിൽ വേണം മുന്നോട്ട് പോകാൻ. ശത്രുവിന് സഭയും തോൽപ്പിക്കാൻ കഴിയത്തില്ല. സഭ ക്രിസ്തുയുടെ ശരീരമാണ്. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിൻ്റെ മേളിൽ ജയിക്കുകയില്ല. ചിലപ്പോൾ ഒക്കെ ശത്രു നമ്മുടെ മുമ്പേ ധൈര്യത്തോട് വരുന്നത് നമുക്ക് കാണാം. അവൻ്റെ ഭോഷത്വം നിറഞ്ഞ തന്ത്രങ്ങൾ അവൻ ഉപയോഗിക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ ഭാരപ്പെടണ്ട. കർത്താവ് നമ്മുടെ ജയം നമ്മുടെ കൂടെയുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാമല്ലോ, യഹോവേ നിൻ്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിൻ്റെ ബലത്തെ സ്തുതിക്കും. പഴയ നിയമ ഭക്തന്മാർക്ക്, ക്രൂസിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന അവർക്ക് ഈ പാട്ട് പാടാൻ കഴിയാമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഭുജബലം ക്രിസ്തുവിനെ കണ്ടവരും അനുഭവിക്കുന്നവരാ. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നമ്മൾ എത്ര ധൈര്യത്തോട് പാടേണ്ടതാ. പുറപുറത്തോണ്ട് നിരാശപ്പെട്ട് ഭാരപ്പെട്ടുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ പുറകെ നടക്കുന്നത് നിർത്തിയിട്ട് നമുക്ക് പ്രകാശത്തിൽ നടക്കാം, നമുക്ക് സ്വാതന്ത്ര്യത്തിൽ നടക്കാം, സന്തോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിച്ച് നമുക്ക് നടക്കാം. ആ ജയത്തിൻ്റെ കൊടി ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചല്ലോ, അത് ഉയർത്തി നമുക്ക് നമ്മുടെ ഓട്ടം തികയ്ക്കാം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ സന്തോഷം നമ്മുടെ ദൈനിക ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ജയത്തിൽ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്നെ നല്ല പകലിനായി സ്തോത്രം, ഈ സങ്കീർത്തനത്തിനായി സ്തോത്രം. ലോകം നിരാശപ്പെട്ട് ഭാരപ്പെട്ട് പ്രത്യാശയില്ലാത്തവരായി ജീവിക്കുമ്പോൾ ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് തന്നെ ഈ ജയത്തിനായി സ്തോത്രം, ഈ പ്രത്യാശയ്ക്കായി സ്തോത്രം. പിതാവേ, നിന്റെ സ്നേഹത്തിനായി സ്തോത്രം. നീ ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയ്ക്കായി സ്തോത്രം. പിതാവേ, ജയത്തിൻ്റെ ആ ഘോഷത്തിൽ ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ വിശ്വസ്തൻ, ഞങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ വിശ്വാസത്തിൻ്റെ ആ പരിചയം കൈപ്പിടിച്ചുകൊണ്ട് സാത്താൻ്റെ എല്ലാ തീയമ്പകളെ കെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ സമയത്ത് കേരളത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന വയനാട് പ്രദേശത്തിലും ഇന്ത്യയിൽ വേറെ ഒത്തിരി സ്ഥലങ്ങളിൽ കർത്താവെ വെള്ളപ്പൊക്കം കാരണം കഷ്ടതയിൽ കിടക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. നീ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, നിരാശരാകാതെ നിന്നെ അറിയുവാൻ, നിൻ്റെ സ്നേഹത്തെ അറിയുവാൻ നീ അവരെ സഹായിക്കണമേ. അവരെ പുറേ ബന്ധപ്പെടുന്ന ഓരോരുത്തരെയും നിൻ്റെ കയ്യിലേൽപ്പിക്കുന്നു. അധികാരികളെ കർത്താവെ, റെസ്ക്യൂ ചെയ്യുന്നവരെ ഓരോരുത്തരെയും നിൻ്റെ കയ്യിലേൽപ്പിക്കുന്നു. ഇത് മുഖാന്തരം, ഈ സംഭവം മുഖാന്തരം നമ്മളെല്ലാവരും നിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.